അടിയനിതാ എന്നെ അയക്കേണമേ നിന്റെ സാക്ഷിയാ. യേശുവേ നിന്റെ സ്നേഹം ഘോഷിപ്പാൻ ഞാനും പോകട്ടെ. നമ്മുടെ സഭകളിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകണം. അതിനെക്കുറിച്ച് പറയരുതെന്നല്ല. യെസ്, അവൻ വിശുദ്ധീകരിച്ചോളുമെന്നുമല്ല എൻ്റെ ആഗ്രഹം. ദൈവം സഹായിക്കും. പക്ഷേ യേശു എന്നിൽ ജീവിക്കുവാൻ ഞാൻ അനുവദിക്കണം. ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ്റെ അനുരൂപതയിൽ വളരുവാനുള്ള വലിയ അഭിവാഞ്ച എനിക്കുണ്ടാകണം. അങ്ങനെ കർത്താവ് എന്നെ എക്വിപ്പ് ചെയ്യുകയാണ്. എന്നെ എക്വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനു വേണ്ടി? സ്വർഗത്തിന് വേണ്ടി എന്നെ എക്വിപ്പ് ചെയ്യുന്നു. പക്ഷേ ഇനിയാണ് നമ്മൾ മിഷനെ കുറിച്ച് കാണുന്നത്. അതായത് എക്വിപ്പിങ്ങിന്റെ ഭാഗമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. 1, അവന്റെ നാമം നമുക്ക് വെളിപ്പെടുത്തി. 2, അവന്റെ വചനം, അവന്റെ ഹൃദയം നമുക്ക് വെളിപ്പെടുത്തി. 3, അവന്റെ യോഗ്യത, അവന്റെ മഹത്വം നമുക്ക് തന്നു. ഇനി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കാര്യം, ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവന്റെ ഉത്തരവാദിത്തങ്ങളാണ്. എന്നാൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഒരു മിഷനുണ്ട്, ഒരു ദൗത്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവനാണെങ്കിലും ഇപ്പോൾ ഞാൻ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനാണ്. ലോകത്തിൽ നിന്ന് എന്നെ അവൻ വിളിച്ചു, പക്ഷേ ഇപ്പോൾ അവൻ എന്നെ ലോകത്തിലേക്ക് മടക്കി അയക്കുകയാണ്. പക്ഷേ ലൗകികനായിട്ടല്ല എന്നെ മടക്കി അയക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ലോകത്തിൽ നിന്ന് നമ്മളെ തെരഞ്ഞെടുത്തിട്ട്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഒരിക്കൽ നമ്മൾ എവിടെയായിരുന്നു? ലോകത്തിലായിരുന്നു. ലോകത്തിൽ നിന്ന് ദൈവം, യേശു നമ്മളെ തെരഞ്ഞെടുത്തു. എന്നാൽ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് മാത്രമല്ല, ലോകത്തിൽ നമ്മളെ സെപ്പറേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ലൗകികരല്ല. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്. ലോകത്ത് നമ്മളെ വേർതിരിച്ചു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാർ അല്ല. നമ്മൾ ഒരിക്കൽ ലോകത്തിലായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ലോകത്തിൽ നിന്ന് കർത്താവ് വേർതിരിച്ചിട്ട് നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് ലൗകികരല്ലാതാക്കുകയാണ്. ആ ലൗകികതയിൽ നിന്ന് നമ്മളെ വിടുവിച്ചിട്ട് വീണ്ടെടുത്ത് ഇപ്പോൾ സ്വർഗം എന്നിൽ നിറയ്ക്കുകയാണ്. അതാണ് എക്വിപ്പിംഗ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അവന്റെ നാമം നമുക്ക് വെളിപ്പെടുത്തി, അവനെ നമ്മൾ അറിഞ്ഞു. നിത്യജീവൻ, നമ്മൾ പിതാവിനെ അറിയുന്നതും പുത്രനെ അറിയുന്നതുമാണ് നിത്യജീവൻ. ഇപ്പോൾ യേശുവുമായിട്ട് എനിക്ക് റിലേഷനുണ്ട്, യേശുവുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്, യേശുവും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് ഞാനിപ്പോഴും. അങ്ങനെ ദൈവ കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ എന്നിൽ നിറയുന്നത് ലോകമല്ല, എന്നിൽ നിറയുന്നത് സ്വർഗമാണ്. അങ്ങനെ സ്വർഗീയത എന്നിൽ നിറച്ച് എന്നെ, ലൗകികനായിരുന്ന എന്നെ ഇപ്പോൾ ഈ ലോകത്തിൽ തന്നെ ദൈവം, യേശു സ്വർഗീയനാക്കുകയാണ്. അതിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. സ്വർഗീയനായിരുന്ന യേശു ഭൂമിയിലേക്ക് വന്നത് ലൗകികനായ എന്നെ സ്വർഗീയനാക്കി സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനാണ്. എന്നെ സ്വർഗത്തിലോട്ട് ഡയറക്റ്റ് കൊണ്ടുപോകാൻ പറ്റത്തില്ല വെറുതെ. അതിനാദ്യം എന്നെ എന്ത് ചെയ്യണം? സ്വർഗത്തിന് എന്നെ പ്രാപ്തനാക്കണം. ആ സ്വർഗീയത എന്നിൽ നിറയ്ക്കണം. എന്നാലേ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നാൽ സ്വർഗീയരാക്കി തീർത്ത ശേഷം ഒറ്റ ദിവസം തന്നെ അവൻ നമ്മളെ അങ്ങ് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുമല്ല. ഇവിടെ പറയാണ്, ഇവിടെ നമ്മളെന്താ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. എന്തിനാ ലോകത്തിലേക്ക് അയച്ചത്? അതായത് ഈ ലോകത്തിൽ നമുക്കറിയാം, വളരെ കഷ്ടപ്പെട്ട നമ്മളിവിടെ ലൗകികരായ നമ്മൾ ലോകത്തെ ഉപേക്ഷിച്ച് സ്വർഗീയതയൊക്കെ നിറച്ചതൊക്കെ എന്ത് കഷ്ടപ്പെട്ടിട്ടാ. പിന്നെ നമ്മൾ എന്തിനാണ് ഈ ലോകത്തിലേക്ക് അയക്കുന്നത്? ലോകത്തിലേക്ക് അയക്കുന്നത് എന്തിനാണെന്നറിയാമോ? 17-ാമത്തെ 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഇവർക്ക് വേണ്ടിയല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വചനത്താൽ ചിലരെന്ത് ചെയ്യണം? വിശ്വസിക്കണം. അപ്പൊ എന്തിനാണ് ലോകത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്തിട്ട് സ്വർഗീയത എന്നിൽ നിറച്ചിട്ട് പിന്നെയും ലോകത്തിലേക്ക് അയക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഉത്തരം, ഈ ലൗകികരെ സ്വർഗീയരാക്കാനാണ്.
അതാണ് ഭൂമിയിലെ എൻ്റെ ദൗത്യം. ഇവരുടെ വചനത്താൽ വിശ്വസിക്കുക. അപ്പം വചനമുണ്ട്. അത് നമ്മൾ എവിടുന്ന് കിട്ടിയതാണ് നമുക്ക് വചനം? കർത്താവ് നമുക്ക് വചനം തന്നു, കർത്താവിൻ്റെ നാമം വെളിപ്പെടുത്തി, അവൻ്റെ വചനം തന്നു, അവൻ്റെ യോഗ്യത തന്നു. ഇതെല്ലാം തന്ന് നമ്മളെ സ്വർഗീയരാക്കിയിട്ട് ഇപ്പോൾ ആ വചനവുമായിട്ടാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ലോകത്തിലേക്ക് അയക്കുന്നത്. യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ പിതാവിൻ്റെ വചനം അവൻ നമുക്ക് തന്നു. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ വചനം ലോകത്തിന് കൊടുക്കണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. വി ആർ സെന്റ് ടു ദ വേൾഡ് വിത്ത് എ മിഷൻ. ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് നമ്മളെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത്. വെറുതെ അയച്ചതല്ല, വെറുതെ ദൈവം ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നതുമല്ല. നമുക്കൊരു ദൗത്യമുണ്ട്. ഞാൻ ചിലപ്പം ആളുകളോട് പറയാറുണ്ട്, നമുക്ക് ഏറ്റവും പറ്റിയ സ്ഥലമെന്ന് പറയുന്നത് എന്താണെങ്കിലും ലോകമല്ല. നമുക്ക് ഏറ്റവും പറ്റിയ സ്ഥലം എവിടെയാ? സ്വർഗമാണ്. എന്നാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളെ ദൈവത്തിന് രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ വല്ല കാറും വല്ല വിളിച്ച് അങ്ങ് പോയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? നേരെ അങ്ങ് സ്വർഗത്തിൽ പോകാമായിരുന്നല്ലോ. പക്ഷേ അങ്ങനൊന്നും ഇല്ല. പിന്നെയും കർത്താവ് എന്ത് ചെയ്യുക? പിന്നെയും ഈ ലോകത്തിലേക്ക് തന്നെ അയച്ചിരിക്കുക. ഈ ലോകത്തിലേക്ക് ഒന്നുമല്ലെങ്കിലും നമ്മൾ ഒരുമാതിരിയൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞപ്പോഴെങ്കിലും ഒന്ന് കൊണ്ടുപോയായിരുന്നെങ്കിൽ പിന്നെയും വേണ്ടുകയില്ലായിരുന്നു. പിന്നെയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുക. ഈ ലോകമാണെങ്കിൽ നമുക്ക് യോഗ്യവുമല്ല. ഇപ്പൊ നമ്മൾ എം.എച്ച്. സാറിന്റെ പാട്ട് പാടിയത് അത് തന്നെയാണ്. ലോകമേതും യോഗ്യമല്ല. നോക്ക്, ഈ യോഗ്യമല്ലാത്ത ലോകത്തിലേക്ക് നമ്മളെ അയച്ചത് വെറുതെ അയച്ചതല്ല. നീ കുറച്ചാളൊന്ന് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഇങ്ങനെ വന്നാൽ മതി എന്നുള്ളതൊന്നും അല്ല. ദൈവം അങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മളെ പറഞ്ഞു വിട്ടതിന് ഒരു ദൗത്യമുണ്ട്. എന്താണ്? നമ്മൾ ലൗകികരായിരുന്നല്ലോ. ഒരിക്കൽ ലൗകികരായിരുന്ന നമ്മളെ ദൈവം തെരഞ്ഞെടുത്ത് നമ്മിൽ ലൗകികരായിരുന്ന നമ്മളെ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. നമ്മളെ ലൗകികരല്ലാതാക്കി. എന്നിട്ട് നമ്മിൽ സ്വർഗീയത നിറച്ചു. ആ പ്രോസസ്സ് മനസ്സിലാക്കണം. ലൗകികരായ നമ്മളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് ലോകത്തിൽ നിന്ന് വേർപെടുത്തി ലൗകികരല്ലാതാക്കി. എന്നിട്ട് അവൻ്റെ നാമത്താലും അവൻ്റെ വചനത്താലും അവൻ്റെ യോഗ്യതയാലും അവൻ നമ്മളെ സ്വർഗീയരാക്കി. കഴിഞ്ഞാൽ അന്നങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളെ വീണ്ടും ഭൂമിയിലേക്ക് അയച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഇതേപോലെ നമ്മളെപ്പോലെ തന്നെ ലൗകികരായി ഇവിടെ ജീവിക്കുന്ന ശതകോടി ജനങ്ങൾ, ആ ജനങ്ങളെ ദൈവത്തിന് വേണം. എന്നെ മാത്രം പോലെ ദൈവത്തിന്. എല്ലാവരും ദൈവ സൃഷ്ടിയാ, അവരെയൊക്കെ ദൈവത്തിന് വേണം. പക്ഷേ എന്നെ ദൈവത്തിന് വേണ്ടിയിരുന്നപ്പോൾ എന്നെ നേരിട്ടങ്ങ് പിടിച്ചോണ്ട് പോവല്ലായിരുന്നല്ലോ. എന്ത് ചെയ്തു? എന്നെ തെരഞ്ഞെടുത്തു, എന്നെ ലോകത്തിൽ നിന്ന് വേർപെടുത്തി, എന്നെ ലൗകികനല്ലാതാക്കി, സ്വർഗീയത നിറച്ചു. ഇനി ഇവരെ കൊണ്ടുപോകണമെങ്കിൽ ഇതേ പ്രോസസ്സേ ഉള്ളൂ, വേറെ പ്രോസസ്സൊന്നുമില്ല. എന്ത്? അവരെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് ലോകക്കാരനല്ലാതാക്കി ലൗകികതയിൽ നിന്ന് അവരെ വിടുവിച്ച് സെപ്പറേറ്റ് ചെയ്ത് സ്വർഗീയത നിറയ്ക്കണം. ഇപ്പോൾ ആ ദൗത്യമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്നാ? എന്ത് കാര്യം സാധിക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് പിതാവിനാൽ അയക്കപ്പെട്ടത്, അതേ കാര്യത്തിന് വേണ്ടി, അതേ ദൗത്യത്തിന് വേണ്ടി ദൈവം ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? നമ്മളെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. അപ്പൊ എനിക്കൊരു ദൗത്യമുണ്ട്. എന്താണ് ആ മിഷൻ? ആ മിഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മിഷനാണ്. പിതാവ് യേശുവിനെ അയച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ എന്തായിരുന്നു? ദൈവത്തിന്റെ മനസ്സിൽ സംഹൗ ഈ ലൗകികരെ അങ്ങ് വേർതിരിച്ച് വിശുദ്ധരാക്കി സ്വർഗത്തിൽ കൊണ്ടുപോയി ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളൊക്കെ കർത്താവിൻ്റെ ആഗ്രഹം, അവരെല്ലാവരും എങ്ങനെ ആയിത്തീരണം? They all need to be saints, separated from the world. നമ്മൾ എന്തായോ അത് അവരാകണം.
നമ്മൾ ലൗകികരായിരുന്നു, നമ്മളെ കർത്താവ് സ്വർഗീയരാക്കിയെങ്കിൽ ഇനി നമ്മുടെ ചുമതല ലൗകികരായ ആളുകളുടെ അടുത്തേക്ക് ചെന്ന് യേശു നമ്മളെ ദൈവവുമായി ബന്ധിപ്പിച്ചതുപോലെ നമ്മൾ ഇനി ഈ ജനതയെ യേശുവുമായി ബന്ധിപ്പിക്കുകയാണ്. യേശു ദൈവവുമായിട്ട് ബന്ധിപ്പിച്ചോളൂ. യേശു വന്നിട്ട് നമ്മളെ എന്ത് ചെയ്തു? ദൈവവുമായിട്ട് ബന്ധിപ്പിച്ചു. നമ്മുടെ ചുമതല എന്താ? നമ്മൾക്ക് ഈ ജനതയെ യേശുവുമായി ബന്ധിപ്പിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അപേക്ഷിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർ. അപ്പൊ എന്റെ ചുമതല ജനത്തെ യേശുവുമായി ബന്ധിപ്പിക്കുകയാണ്. ബന്ധിപ്പിച്ചാൽ ആത്യന്തികമായി എന്ത് സംഭവിക്കും? ദൈവവുമായിട്ട് ബന്ധിപ്പിക്കപ്പെടും. ആ ഉത്തരവാദിത്വത്തോടു കൂടെയാണ് ലോകത്തിലേക്ക് ഞാൻ പോകണം. അപ്പോൾ ഇവിടെ 15-ാം അധ്യായത്തിന്റെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നോക്കുക, ഇവിടെ പറയുന്നത് നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തു, നിങ്ങളെ ഞാൻ രൂപാന്തരപ്പെടുത്തി, നിങ്ങളെ ലൗകികരല്ലാതാക്കി, നിങ്ങളില് ഞാൻ സ്വർഗീയത നിറച്ചു. പക്ഷെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണ്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ലോകത്തിൽ ആക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ലോകത്തിലേക്ക് പോവുകയല്ല, അയക്കപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വന്നതൊന്നുമല്ല, എന്നെ അയച്ച പിതാവ്. കമ്മീഷനിങ് ഉണ്ട്, മിഷനുണ്ട്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും കമ്മീഷനിങ്ങും ഉണ്ട്, മിഷനും ഉണ്ട്. ദൈവം നമ്മളെ കമ്മീഷൻ ചെയ്തു, നിയോഗിച്ചയച്ചിരിക്കുകയാണ്. എന്തിനാണ്? പോയി ഫലം കായ്ക്കാൻ. 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചപ്പോൾ നിന്ന് ഫലം കായ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ കാണുന്നുണ്ട്. മുന്തിരിവള്ളിയും കൊമ്പും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് നിന്ന് ഫലം കായ്ക്കുക, അതിനാണ് വസിക്കുക എന്ന് പറയുന്നത്. നിന്ന് ഫലം കായ്ക്കണമെങ്കിൽ അവനിൽ വസിക്കണം. പോയി ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ പോകണം, ലോകത്തിലേക്ക് പോകണം. അപ്പോൾ നമ്മളെ സ്വർഗത്തിന് പ്രാപ്തമാക്കുവാൻ നമ്മൾ നിന്ന് ഫലം കായ്ക്കുകയാണ്, അവനിൽ വസിക്കുകയാണ്. എന്നാൽ അവനിൽ വസിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യുന്നു? പോയി ഫലം കായ്ക്കുന്ന അവസ്ഥയിലേക്ക്. ഇപ്പോൾ മിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മിഷനെ കുറിച്ച് കാണുന്നുണ്ട്. എന്താണ്? ഗോ ആൻഡ് പ്രീച്ച്. മത്തായിയുടെ സുവിശേഷത്തില് 28-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഗോ ye therefore and make disciples of all the nations. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, ഗോ, നിങ്ങൾ പോയി പ്രസംഗിക്കുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ നിന്ന് ഫലം കായ്ക്കുക മാത്രം പോരാ, പോയി ഫലം കായ്ക്കുകയും വേണം. നമുക്കിന്നുണ്ടാകുന്ന ഒരു ചിന്ത, നമുക്കിപ്പോൾ എല്ലാവരെയും ഒക്കെ രക്ഷിക്കാനൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് വല്ല വിധേനയും, ചിലർ പറയുന്നത് തന്നെ കേട്ടിട്ടുണ്ട്, നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ബ്രദറെ ഇപ്പോൾ എല്ലാവരെയും രക്ഷിക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മൾ വല്ല വിധേനയും ഇല്ലേ, ചിലർ വർത്തമാനം വല്ല വിധേനയും നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ച് നമ്മൾ അങ്ങ് രക്ഷപ്പെടാൻ നോക്കും. അത് ഭയങ്കര സ്വാർത്ഥതയാണ് കേട്ടോ, ഭയങ്കര സ്വാർത്ഥതയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്കങ്ങ് രക്ഷപ്പെട്ടു പോകണമെന്നുള്ളത് മാത്രം. ഞാൻ ചിലപ്പം യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. യെശയ്യാവ് ദൈവത്തെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ നടുവിൽ വസിക്കുന്നു. അവന്റെ ദർശനത്തിന്റെ പ്രത്യേകത കണ്ടോ? അവൻ ദൈവത്തെ കണ്ടു, പിന്നെ അവനെ നോക്കിയപ്പോൾ അവൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ. അതിന്റെ കൂട്ടത്തിൽ അവൻ പറയുക, ഞാൻ മാത്രമല്ല, എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം ശുദ്ധിയില്ലാത്തവരാ. ഇത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഇവന്റെ കരച്ചിൽ കണ്ടപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ വന്ന് ഒരു കൊടിൽ കൊണ്ട് ദൈവത്തിന്റെ അല്ലെങ്കിൽ ഓൾട്ടറിൽ നിന്ന് ഒരു കനലെടുത്ത് അവന്റെ നാവിനെ തൊടുവിച്ച് അവനെ ശുദ്ധനാക്കി. അവനെ ശുദ്ധനാക്കി കഴിഞ്ഞാൽ നമ്മളാണ് പറയും, പ്രൈസ് ദ ലോർഡ്, എന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് പറയുന്നത്, നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു ഇല്ലേ? കർത്താവിന് സ്തോത്രം. ഓക്കെ കർത്താവേ, പ്രൈസ് ദ ലോർഡ്, എന്റെ പാപം നീ മോചിച്ചല്ലോ, സ്തോത്രം എന്ന് പറഞ്ഞ് പോകുന്നതാണ് നമ്മുടെ പതിവ്. പക്ഷെ യെശയ്യാവിന്റെ പ്രത്യേകത എന്നറിയാമോ? യെശയ്യാവ് പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. അവന്റെ പാപം മോചിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവൻ പോകുന്നില്ല, അവൻ അവിടെ നിൽക്കുക. എന്താ? കുറച്ച് കഴിഞ്ഞപ്പം
കർത്താവ് ചോദിച്ചു, ആറ് നമുക്ക് വേണ്ടി പോകും? അയ്യോ കർത്താവ്, ഞാൻ പോകാം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നു, ഞാൻ പോകാം. ഇതാണ് യഥാർത്ഥത്തിൽ മിഷൻ. ആദ്യം നമ്മുടെ ശുദ്ധീകരണം നടക്കണം. യെശയ്യാവ് ശുദ്ധീകരിക്കപ്പെടാതെ മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ പോകാൻ പറ്റുമോ? ഇല്ല. എന്നതുപോലെ നമ്മുടെ ശുദ്ധീകരണം ആവശ്യമാണ്. നമുക്ക് വല്ല വിധേനെ സ്വർഗത്തിൽ പോകണം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് വല്ല വിധേനെ അങ്ങ് സ്വർഗത്തിൽ പോകണം എന്ന് മാത്രം ചിന്തിക്കുന്നത് സ്വാർത്ഥതയാണ്. കാര്യം നമ്മുടെ ചുറ്റും അനേക ജനങ്ങൾ, പാപത്തിൽ ജീവിക്കുന്നവര്, ശുദ്ധിയില്ലാത്ത അതലങ്ങളുള്ള, ശുദ്ധിയില്ലാത്ത കണ്ണുകളുള്ള, ശുദ്ധിയില്ലാത്ത കാലുകളുള്ള, ശുദ്ധിയില്ലാത്ത കൈകളുള്ള ഒരു വലിയ ജനതയുടെ മധ്യത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചുമതല എന്താണ്? സംഭവ കർത്താവ് എന്നെ അയക്കണമേ, ഞാൻ പോകാം. കർത്താവ് പറയുന്നു, ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. പുറത്തോട്ട് പോകണം. കൊറോണ ആണോ മറ്റേതാണോ മറിച്ചാണെന്നൊന്നും അല്ല വിഷയം. പുറത്തോട്ട് പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇഫ് യു നോ എ സിന്നർ, ഗോ ആൻഡ് പ്രീച്ച്. ഒരാൾ മതി, വലിയ ആൾക്കൂട്ടം വേണമെന്നൊന്നും നിർബന്ധമില്ല. ഗോ ആൻഡ് പ്രീച്ച്, ഷെയർ ദ ഗോസ്പൽ വിത്ത് പീപ്പിൾ. ജനങ്ങളോട് സുവിശേഷം അറിയിക്കുക. കർത്താവ് പറഞ്ഞു ഗോ ആൻഡ് പ്രീച്ച് എന്ന്. നമ്മൾ പറയുന്നത് എന്താണെന്നറിയാം? കം ആൻഡ് ബി ബ്ലെസ്ഡ്. നമ്മൾ പറയുന്നത് വരിക, അനുഗ്രഹം പ്രാപിക്കുക. കർത്താവ് പറഞ്ഞു പോവുക, അനുഗ്രഹിക്കുക. പോയി അനുഗ്രഹിക്കണം, പോയി ഫലം കായ്ക്കണം, പോയി കൊണ്ടുവരണം. വരിക എന്ന് പറയുന്നതിനകത്ത് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, എങ്ങനെ അവർ വരുന്നത്? അത് നമ്മൾ എന്ത് ചെയ്യണം? പോയി കൊണ്ടുവരണം. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, ദാറ്റ് ഈസ് മിഷൻ. അപ്പോൾ കർത്താവ് നമ്മളെ സ്വർഗത്തിനായി വിളിച്ചവരാണ്. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അടിയനിതാ എന്നെ അയക്കേണമേ, നിന്റെ സാക്ഷിയാ. യേശുവേ, നിന്റെ സ്നേഹം ഘോഷിപ്പാൻ ഞാനും പോകട്ടെ. എന്നെ കാണുമ്പോൾ ലോകം നിന്നെ കാണട്ടെ. എന്നെ കേൾക്കുമ്പോൾ ലോകം നിന്നെ കേൾക്കട്ടെ. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കില്ല, മറ്റൊന്നിലും കണ്ണു പതിയില്ല. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കില്ല, മറ്റൊന്നിലും കണ്ണു പതിയില്ല. യേശുവേ, ആ നിത്യതയിൽ വിശ്വസ്തനാ എന്നെ നിർത്തേണേ. യേശുവേ, ആ നിത്യതയിൽ പ്രിയമകനായി എന്നെ നിർത്തേണേ. എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. ഇനി ഞാനല്ല, എല്ലാം യേശു അത്രേ. എന്നെ തന്നെ ഞാൻ തകർക്കുന്നിതാ. ഇനി ഞാനില്ല, എല്ലാം യേശു അത്രേ. ഒരു ഗോതമ്പിന്റെ മണി പോലെ ഞാൻ മണ്ണിൽ വീഴട്ടെ. 100 മേനി ഫലമായി നാഥൻ മാറിൽ ചേരട്ടെ. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കില്ല, മറ്റൊന്നിലും കണ്ണു പതിയില്ല. മറ്റൊന്നും ഞാൻ
ആഗ്രഹിക്കില്ല.